ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചിൽ ഒന്നാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത് റിലേറ്റഡ് വിത്ത് മോഷൻ ആണ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡെൽറ്റ് വിത്ത് മോഷൻ. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ബോഡി അല്ലേ, ഒരു സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. ഇപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പം അവിടെ എന്തുകൊണ്ട് മോഷൻ സംഭവിച്ചു എന്നുള്ള കാരണം നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ കാരണം നോക്കാതെ ഉള്ള പഠനം റിലേറ്റഡ് വിത്ത് മോഷൻ, അതിനെയാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ നമ്മൾ കൈനമാറ്റിക്സിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വി ആർ കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. എന്തുകൊണ്ട് ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്തു എന്ന ആ ഒരു കാരണം കൂടി കണക്കാക്കണമെങ്കിൽ അങ്ങനെ വരുന്ന പഠനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക്സ് എന്നതിലാണ്. ഡൈനാമിക്സിനകത്താണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലോസ് ഓഫ് മോഷൻ കംസ് അണ്ടർ ഡൈനാമിക്സ് where we are considering the cause of motion. ഇനി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know it is change in position of a body എന്നാണ്. ഒരു വസ്തുവിൻ്റെ പൊസിഷൻ മാറണം അല്ലേ. ഇപ്പം ഒരു ഓബ്ജക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ അതിന് രണ്ട് അവസ്ഥകളാണുള്ളത്. It has two states of motion, that is either in a state of rest or in a state of motion. റെസ്റ്റ് എന്ന അവസ്ഥ അല്ലെങ്കിൽ മോഷൻ എന്ന അവസ്ഥ. അപ്പം ഇതിനകത്ത് നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ ഒരു ബോള് അത് ഒരു സർഫസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അറ്റ് റെസ്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നില്ല, അത് മൂവ് ചെയ്യുന്നില്ല, അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. സോ വി കോൾ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ആ ഓബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ കൈകൊണ്ട് അതിനെ ഒന്ന് തട്ടണം, അല്ലെങ്കിൽ കാലുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് തട്ടണം. അപ്പോഴാണ് അത് മോഷനിലേക്ക് മാറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഒക്കേഴ്സ് എ ചേഞ്ച് ഇൻ പൊസിഷൻ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ആ ഓബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പോഴാണ് അത് റെസ്റ്റ് എന്ന അവസ്ഥയിൽ നിന്ന് മോഷനിലേക്ക് മാറുന്നത്. ഇനി അങ്ങനെ ഉരുണ്ടു പോകുന്ന ഒരു ബോളിനെ അത് നിർത്തണം അല്ലേ. നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കൈകൊണ്ട് അതിനെ പിടിക്കണം, അല്ലെങ്കിൽ കാലുകൊണ്ട് ചവിട്ടി പിടിക്കണം. അപ്പം മോഷനിൽ നിന്ന് അപ്പോൾ അത് മാറുന്ന അവസ്ഥ എന്ന് പറയുന്നത് റെസ്റ്റിലേക്കാണ്. സോ റെസ്റ്റ് ആൻഡ് മോഷൻ, റെസ്റ്റുള്ള അവസ്ഥ മോഷനിലേക്ക് മാറണമെന്നുണ്ടെങ്കിലും മോഷനിൽ തുടരുന്ന ഒരു വസ്തു റെസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് മാറണം എന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ആ ബോഡി റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മൂവ് ചെയ്തത്, അല്ലെങ്കിൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് മാറിയിട്ടുള്ളത്. സോ ദ ടേം എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫോഴ്സ് എന്നതാണ് ആ ബോഡി അതിൻ്റെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കും മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കും മാറാൻ കാരണമായിട്ടുള്ളത്. സോ ദ ഇമ്പോർട്ടൻറ്റ് ടേം ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പം ഡൈനാമിക്സ് എന്ന ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് വി ആർ കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. ഒരു വസ്തു മോഷൻ സംഭവിക്കാനുള്ള കാരണം കാരണമാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ആ ഓബ്ജക്റ്റ് മോഷനിലേക്ക് മാറാനുള്ള കാരണം. റെസ്റ്റിൽ നിന്നിരുന്ന വസ്തു മോഷനിലേക്ക് മാറാനുള്ള കാരണം അതിൻ്റെ മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ദ കോസ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ആ ബോഡി മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കും റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കും മാറാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത്. ഇനി ന്യൂട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും
ഒരുപാട് ലോസ് കൊണ്ടുവരികയും ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏത് ഒരു ടേമിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഓരോ ലോയും ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് അബൌട്ട് ലോസ് ഓഫ് മോഷൻ. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടൻറ്റ് ലോസ് റിലേറ്റഡ് വിത്ത് ന്യൂട്ടൺ. അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ദാറ്റ് ഈസ് ഇനേർഷ്യ. ഒരു ബോൾ ഒരു സർഫസിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ആ റെസ്റ്റിലുള്ള ബോഡി മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മാറുന്നത്. ഇനി ആ നിൽക്കുന്ന ബോഡിക്ക് അല്ലെങ്കിൽ ആ നിൽക്കുന്ന ബോളിന് സ്വയം അതിന് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മാറാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മോഷനിൽ നിൽക്കുന്ന ഒരു വസ്തുവിന് റെസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്വയം ഒരു വസ്തുവിന് അതിൻ്റെ അവസ്ഥകളിൽ നിന്ന് ദ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ, റെസ്റ്റ് എന്ന അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ മോഷൻ എന്ന അവസ്ഥയിൽ നിന്ന് അതിന് സ്വയം മാറാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഒബ്ജക്റ്റിന് സ്വയം അതിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറാൻ സാധിക്കാതെ വരുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. The inability of a body to change its state of rest or motion by itself is called inertia. So inertia, it is the inability of a body to change its state. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് either റെസ്റ്റ് ആവാം, റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് അല്ലെങ്കിൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് സ്വയം അതിന് മാറാൻ സാധിക്കാത്ത ആ ഒരു ഇന്നെബിലിറ്റി, അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഈ ഇനേർഷ്യയെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡിറക്ഷൻ. ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് നമ്മൾ എക്സാമ്പിൾ പറയുന്നത്, നമുക്കറിയാം നമ്മൾ ഒരു ഗ്ലാസിന് മുകളിൽ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു വലിയ സിമ്പിൾ എക്സാമ്പിളാണ്. അതായത് നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് വെച്ചു, അതിൻ്റെ മുകളിൽ കുറച്ച് കോയിൻസ് അട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോയിൻ ഈ കാർഡ്ബോർഡിന് മുകളിൽ റെസ്റ്റ് എന്ന അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. പതുക്കെ നമ്മൾ കാർഡ്ബോർഡിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പം ആ കാർഡ്ബോർഡ് തെറിച്ചു പോവുകയും ഈ നിൽക്കുന്ന കോയിൻ നേരെ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴുകയും നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആ കോയിൻ റെസ്റ്റ് എന്ന അവസ്ഥയിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. അവിടെയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ആ റെസ്റ്റ് എന്ന അവസ്ഥയിൽ നിന്ന് ആ ബോഡിക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സോ ഇറ്റ് ഈസ് വൺ എക്സാമ്പിൾ ഫോർ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനി നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. നമുക്കറിയാം, നമ്മൾ ബസ്സിൽ ഇരിക്കുകയാണ്, ഡ്രൈവർ വന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് പുറകോട്ട് വീഴും, അങ്ങനെ അങ്ങോട്ട് പുറകോട്ട് വീഴും. അത് വീഴാനുള്ള കാരണം നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി മോഷനിലേക്ക് വരികയും അപ്പർ പാർട്ട് റെസ്റ്റിൽ തുടരുകയും ചെയ്യാണ്. അപ്പം അവിടെ അതെന്താണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ലൈഫിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ദാറ്റ് കംസ് അണ്ടർ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അടുത്തത് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുമ്പം അത് ആ വസ്തു മോഷനിൽ തന്നെ തുടരാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അതും നമുക്ക് തന്നെ എക്സാമ്പിൾ പറയാൻ സാധിക്കും. നമ്മൾ ബസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്ത്, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്, അതിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ചാടി ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ആ ബസ് പോകുന്ന അതേ ഡയറക്ഷനിൽ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യും, ഓടി കുറച്ച് മുന്നോട്ട് പോകും. അതിനുശേഷമേ നമ്മൾ അവിടെ നിൽക്കുള്ളൂ. ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഉടനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടും.
അതെന്തുകൊണ്ടാ? നമ്മളുടെ ബോഡി ചലനത്തിലാണ് അല്ലേ, മോഷനിലായിരുന്നു. ആ ബസ് യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയും മോഷനിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചാടി ഇറങ്ങുന്ന സമയത്ത് ആ ബോഡി മോഷനിൽ തന്നെ തുടരാൻ ആണ് ഇഷ്ടപ്പെടുന്നത്. അതിന് സ്വയം പെട്ടെന്ന് റെസ്റ്റിലേക്ക് മാറാൻ സാധിക്കില്ല. അതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ, ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. മോഷൻ എന്ന അവസ്ഥ സ്വയം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ബോഡിക്ക് മാറ്റാൻ സാധിക്കുന്നില്ല. അതാണ് ഇന്നബിലിറ്റി, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമ്മൾ എന്ത് ചെയ്യണം, ബസ്സിൻ്റെ കൂടെ ഓടാറുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മൾ അത്ലറ്റ്സിനെ കണ്ടിട്ടുണ്ട്, ഓട്ട മത്സരം നടത്തുന്ന സമയത്ത് ആ ഫസ്റ്റ് എത്തുന്ന ആൾ അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞ് എത്തുന്ന ആള് കുറച്ച് എന്ത് ചെയ്യും, കുറച്ച് ദൂരം ഓടിയിട്ട് തന്നെ മുന്നോട്ട് പോവും. കാരണം എന്താ, പെട്ടെന്ന് ആ ഓടി വരുന്ന ഉടനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിലെ മസിൽ കയറാനും പ്രയാസങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യത കൂടും. അതുകൊണ്ടാണ് ആ ഓടി വരുന്ന സമയത്ത് ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് ദൂരം മുന്നോട്ട് ഓടുന്നത്. കാരണം ബോഡി കണ്ടിന്യൂ ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. മോഷൻ എന്ന അവസ്ഥയിൽ തുടരാനാണ് ബോഡി താല്പര്യപ്പെടുന്നത്. സോ അതിന് സ്വയം റെസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറാൻ സാധിക്കില്ല. അങ്ങനെ മാറുമ്പോൾ അവിടെ ആക്സിഡൻസ് ഉണ്ടാവും. സോ ഇനേർഷ്യ ഓഫ് മോഷൻ, ഇത് നമുക്കൊരു എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, ദെൻ കംസ് ഇനേർഷ്യ ഓഫ് ഡിറക്ഷൻ. ഇനേർഷ്യ ഓഫ് ഡിറക്ഷൻ്റെ നമ്മൾ എക്സാമ്പിൾ പറയാറ്, അങ്ങനെ കല്ല് അതിൻ്റെ അറ്റത്ത് ഒരു നൂല് കെട്ടിയിട്ട് നമ്മൾ ആ നൂല് പിടിച്ച് നന്നായി കറക്കുകയാണ്. കറക്കുന്ന സമയത്ത് കറക്കിയിട്ട് വിടുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ കറങ്ങി ഈ ഒരു ടാൻജൻഷ്യൽ ഡിറക്ഷനിലായിരിക്കും അത് പോവുക. കാരണം അത് മോഷനിലാണ്. ആ മോഷനിൽ നിന്ന് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരാനല്ല അത് താല്പര്യപ്പെടുക. അതെന്ത് ചെയ്യാണ്, ആ മോഷൻ എന്ന അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അപ്പം അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി അത് ഒരു ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും അത് തെറിച്ചു പോകുന്നത്. സോ ആ ഡിറക്ഷൻ, ഇനേർഷ്യ ഓഫ് ഡിറക്ഷൻ എന്നുള്ളതിനൊരു എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ കത്തി മൂർച്ച കൂട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ആ ഒരു ബെൽറ്റിന് മുകളിൽ ആ പിന്നെ സൈക്കിളിൻ്റെ വീല് പോലെ ഒരു ഇതുണ്ടാവും, അതിലിങ്ങനെ ചവിട്ടുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തിട്ടുള്ള ആ ബെൽറ്റ് ഇങ്ങനെ കറങ്ങും. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ കത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആ ഉണ്ടാവുന്ന സ്പാർക്ക് ഒരു ടാൻജൻഷ്യൽ ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് ഡിറക്ഷന് മറ്റൊരു എക്സാമ്പിളാണ്. സോ ഇനേർഷ്യ എന്നതിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്: ഇനേർഷ്യ ഓഫ് rest, inertia of motion, inertia of direction. Inertia is the inability of a body to change its state of rest or uniform motion. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, ഈ ഒരു പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം we can state it as every body continue in its state of rest or motion in a straight line until an external force acts upon it എന്നുള്ളതാണ്. എവ്രി ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഏതൊരു വസ്തുവും അതിൻ്റെ അവസ്ഥയിൽ തുടരുന്നു. ആ അവസ്ഥകൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ റെസ്റ്റിൽ തന്നെ ആവാം, അല്ലെങ്കിൽ മോഷനിൽ തന്നെ ആവാം. ഇനി ആ മോഷൻ നടക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ഡിറക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. എവ്രി ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈനിലാണ് ആ മോഷൻ സംഭവിക്കുന്നത്. ഇനി ഏത് സമയം വരെ അത് മോഷനിൽ അല്ലെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും? ഇത് an external force acts upon it. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിനകത്ത് അനുഭവപ്പെടുന്നത് വരേക്കും ആ ബോഡി അതിൻ്റെ അവസ്ഥയിൽ തന്നെ തുടരും. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്കറിയാം the body continue in its state of rest. State of rest, that is inertia of rest ആണ് അല്ലേ. then or uniform motion, that is inertia of motion. ഒരു വസ്തു റെസ്റ്റിൽ തന്നെ തുടരുന്നു, അതേപോലെ തന്നെ മോഷനിൽ തന്നെ തുടരുന്നു. അതാണ് inertia of rest and inertia of motion. ആൻഡ് ആ മോഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ദ ഡിറക്ഷൻ, ഇനേർഷ്യ ഓഫ് ഡിറക്ഷൻ.
അൺടിൽ ഇനി ഏത് സമയം വരെ ആ ഒരു മോഷൻ എന്ന അവസ്ഥയിൽ റെസ്റ്റ് എന്ന അവസ്ഥയിൽ തുടരും, അതിനകത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരേക്കും അതവിടെ നിൽക്കും. അപ്പോൾ ഇനേർഷ്യ എന്ന ഒരു പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ മൂന്നും എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് വരുന്നുണ്ട്, ഇനേർഷ്യ ഓഫ് മോഷൻ വരുന്നുണ്ട്, ഇനേർഷ്യ ഓഫ് ഡിറക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വയം ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറാൻ സാധിക്കാത്തതിനെ ഇനേർഷ്യ എന്ന് പറയുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ഈ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടേം ആണ് മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റത്തിനെ നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ മൊമെന്റം എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം മോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹൗ മച്ച് മോഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് എന്നുള്ളതാണ് മൊമെന്റം എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സിനനുസരിച്ച് എത്രത്തോളം മോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. സോ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ടേമാണ് മൊമെന്റം. The quantity of motion possessed by a body is called momentum. ഒരു വസ്തു എത്രത്തോളം മോഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു മൊമെന്റം എന്നതിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിന് നമ്മൾ ഫിസിക്സിന്റെ ടേംസിൽ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് it is the product of mass and velocity എന്നുള്ളതാണ്. മൊമെന്റം it is defined, momentum P is equal to the product of mass and velocity. It measures the quantity of motion possessed by a body. ഒരു വസ്തുവിൽ എത്രത്തോളം മോഷൻ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആ മൊമെന്റത്തിലൂടെ നമ്മൾ അളക്കപ്പെടുന്നത്. ആ മൊമെന്റത്തിനെ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനാണ് മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല യൂണിറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം, വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല LT⁻⁻1. അപ്പോൾ MLT⁻⁻1 എന്നുള്ളതാണ് മൊമെന്റത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ യൂണിറ്റ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിന്റെ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഇനി ഈ ഒരു മൊമെന്റവും മാസും വെലോസിറ്റിയും തമ്മിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു സർട്ടൻ റിലേഷൻസ് എക്സ്റ്റേണൽ ഫോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ മൊമെന്റവും മാസും വെലോസിറ്റിയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. മാസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ വെൻ മാസ് ഈസ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം മൊമെന്റം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു വെലോസിറ്റി എന്നാവും. അപ്പോൾ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നതിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ആക്കി എഴുതുകയാണെങ്കിൽ മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. എന്നുവെച്ചാൽ വെലോസിറ്റി കൂടുതലാണെങ്കിൽ അതിൻ്റെ മൊമെന്റവും കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ കയ്യിൽ ഒരേ മാസുള്ള 2 ബോൾസ് കയ്യിലുണ്ട്. ഈ 2 ബോൾസിനെയും നമ്മൾ ഒന്ന് എറിയാണ്. എറിഞ്ഞ സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു ബോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയ സ്പീഡ് കൂടുതലാണ്. സ്പീഡ് കൂടിയപ്പം അതിൻ്റെ മൊമെന്റം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ബൈ ദിസ് റിലേഷൻ ഒരേ മാസുള്ള 2 ബോൾസ് ആണ്. അതിനകത്ത് ഒരു ബോൾ കുറച്ച് കൂടുതൽ ദൂരം പോയിട്ടുണ്ടെങ്കിൽ അത് പോയ വെലോസിറ്റി അതിന് കൂടുതലാണ്. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസസ്, മൊമെന്റം ആൾസോ ഇൻക്രീസസ്. അപ്പം മുന്നോട്ട് പോയ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ആയിരിക്കും അവിടെ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വെലോസിറ്റിയും മൊമെന്റവും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വെലോസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ മൊമെന്റവും കൂടും. നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അടുത്ത ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് വെലോസിറ്റി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. വെലോസിറ്റി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് എന്നാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു മാസ് എന്ന് വരും. അപ്പം
ഈ ഒരു കണ്ടീഷൻ പ്രകാരം ഇതുപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് നമുക്ക് എഴുതാം. മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ്. അപ്പം മാസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ കൂടിയ ഒബ്ജക്റ്റിന് അതിൻ്റെ മൊമെന്റം കൂടുതലായിരിക്കും. മാസ് കുറവാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് മൊമെന്റം കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ 2 ഒബ്ജക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിനകത്ത് രണ്ടിൻ്റെയും മാസ് വ്യത്യസ്തമാണ്. ഒരു വലിയ മാസുള്ള ഒരു ഒബ്ജക്റ്റ്, ചെറിയ മാസുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫോഴ്സ് ആരിൽ അപ്ലൈ ചെയ്യേണ്ടി വരും? വലിയ മാസുള്ള ഒബ്ജക്റ്റിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുമ്പോഴേ അതെന്ത് ചെയ്യുള്ളൂ, അത് മുന്നോട്ട് പോവുള്ളൂ. ചെറിയ മാസാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഫോഴ്സ് കൊടുത്താൽ തന്നെ അതെന്ത് ചെയ്യും, വളരെ വേഗത്തിൽ മൂവ് ചെയ്യും. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, മാസ് കൂടിയ ഒബ്ജക്റ്റിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് ആ ബോഡി ചെറിയ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പം ഒരു ആനയെ ഉറുമ്പും തമ്മിൽ ഊഞ്ഞാലാടുകയെന്ന് വിചാരിക്കുക. അപ്പം ആനേനെ ആട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൂടുതൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോഴേ അത് ചെറിയ ഒരു മോഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുള്ളൂ, അല്ലേ? മറിച്ച് നമുക്ക് ചെറിയ മാസുള്ള ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ ആട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫോഴ്സേ കൊടുക്കേണ്ടുള്ളൂ. ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഊഞ്ഞാലാടും. അപ്പോൾ ആ വലിയ മാസുള്ള ബോഡിക്ക് മൊമെന്റം ഇൻക്രീസ് ചെയ്യും. ചെറിയ മാസാണെന്നുണ്ടെങ്കിൽ മൊമെന്റം കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാനുള്ളത്. കറസ്പോണ്ടിങ് ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാസും മൊമെന്റവും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഇനി അടുത്തത് നമ്മൾ മൊമെന്റത്തിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ എ കോൺസ്റ്റന്റ് ഈക്വൽ ടു എം വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. എം വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ബൈ എം എന്നാവും. എ കോൺസ്റ്റന്റ് ബൈ എം എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ളതിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് റിപ്ലേസ് ചെയ്താൽ വെലോസിറ്റിയും മാസും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തെടുക്കുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ മാസ് കുറഞ്ഞ വസ്തുവിന് സ്പീഡ് കൂടും, മാസ് കൂടിയതിന് വെലോസിറ്റി കുറവായിരിക്കും. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അത് ബേസ് ചെയ്ത് നമ്മളപ്പോൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ്, മാസും വെലോസിറ്റിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, മാസ് ഇങ്ങനെ കൂടി കൂടി വരികയാണ്, വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അപ്പം മൊമെന്റം എന്ന ടേമിലൂടെ അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം മോഷൻ അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സോ വി ആർ എക്സ്പ്ലെയിനിങ് ഓൾ ദീസ് ടേംസ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഓരോ എക്സ്പ്ലനേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ലോയിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പം എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓർ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന സമയത്തിനനുസരിച്ച് ഉണ്ടാവുന്ന മാറ്റം ആണ് റേറ്റ് ഓഫ് ചേഞ്ച്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് and it acts in the direction of applied force. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ആ ഒബ്ജക്റ്റിൽ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് ആ ഡയറക്ഷനിലായിരിക്കും ആ ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ചാണ് ആ മോഷൻ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു ഡെറിവേഷൻ പഠിക്കാനുള്ളത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ട് ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആക്സലറേഷനുമായി ബേസ് ചെയ്ത് ന്യൂട്ടൻ്റെ ലോ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെക്കൻഡ് ലോയിൽ നിന്ന് എങ്ങനെ എഫ് ഇസിക്കൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. അപ്പോൾ ഈ ഒരു ലോ പ്രകാരം നമുക്കറിയാം എഫ് ഇസിക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി വാല്യൂ 1 ആയിട്ട് എടുത്താൽ എഫ് ഇസിക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. പിക്ക് പകരം നമുക്ക് എം വി എന്ന് കൊടുത്താൽ ദിസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി.
എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡി, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഡിഫറൻസിയേഷൻ സമയത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കുക വെലോസിറ്റിക്കാണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്നാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ നമ്മൾ പഠിച്ചത് ആക്സിലറേഷൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു എം എ. അപ്പോൾ ഇത് ഒരു 2 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ദ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം മോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനേർഷ്യ ബേസ് ചെയ്തിട്ടാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എക്സ്പ്ലെയിൻ ചെയ്തത് മൊമെൻറ്റം. ഇതുപോലെ ന്യൂട്ടൻ്റെ തേർഡ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടേമാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഐ എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ന്യൂട്ടൻ്റെ തേർഡ് ലോ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എപ്പോഴും ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന ഒരു ലോ ആണ്. ദറ്റ് ഈസ് എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ്. ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ് ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. ഇമ്പൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്നാണ്. ഇമ്പൾസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഇനി ചെറിയ ഒരു സമയത്തിനകത്ത് വലിയ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. A large force acting on a body for a short interval of time is called impulsive force. അപ്പോൾ ഈ ഫോഴ്സും ഇമ്പൾസുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ mL(T⁻²) ആണ്. ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ടി ആണ്. അപ്പോൾ ഇവിടെ ടിയുടെ പവർ -2, ഇവിടുത്തെ പവർ 1. സോ -2 + 1 എന്ന് പറഞ്ഞാൽ -1. So we can write the dimensional formula for impulse mL(T⁻²). അപ്പോൾ മൊമെന്റത്തിൻ്റെയും ഇമ്പൾസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, mL(T⁻²). ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇമ്പൾസും മൊമെൻറ്റും തമ്മിൽ നമ്മൾ എഴുതുന്ന ഡയമെൻഷണൽ ഫോർമുല. രണ്ടിൻ്റെയും കേസിൽ സെയിം ആയിരിക്കും. ഇനി അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു സമയത്തിനകത്ത് വലിയ ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യണം. ഇപ്പം അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ഈ ബോൾ എടുത്ത് നമ്മൾ ചുമരിലേക്ക് എറിയാണ്. എറിയുന്ന ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് അനുസരിച്ചായിരിക്കും. എത്ര ശക്തിയിൽ അത് മടങ്ങി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ എറിയുന്ന സമയത്ത് ആ ബോളിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കും. നല്ല ശക്തിയിലാണ് ബോൾ എറിയുന്നതെങ്കിൽ അത്രയും ശക്തിയിൽ തന്നെ അത് മടങ്ങി വരും. അപ്പോൾ ആ സർഫസിൽ ആ ബോളിൽ തട്ടി ആ ഒരു ചെറിയ സമയത്തിനകത്ത് തന്നെ അതെന്ത് ചെയ്യാണ്, മടങ്ങി വരികയാണ്. അപ്പോൾ അതാണ് ചെറിയ സമയത്തിനകത്ത് വലിയ ഒരു ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഈ ബോള് ആ ചുമരിൽ എറിയുന്ന സമയത്ത് ഒരു ആക്ഷൻ നടന്നു, അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നോണം ആ സർഫസ് ആ ബോളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് അത് മടങ്ങി വരികയും ചെയ്യാണ്. അപ്പോൾ ഒരു ചെറിയ സമയത്തിനകത്താണ് ഈ ഒരു ഫോഴ്സ് ആ ബോളിൽ അനുഭവപ്പെടുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ നീന്തുന്നതൊക്കെ എക്സാമ്പിൾ എടുത്താൽ, നീന്തുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ആ വെള്ളത്തിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറിയ സമയത്തിനകത്താണ് അല്ലേ. ആ ഫോഴ്സ് കൊടുക്കുന്ന ഉടനെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങി പോവാണ്. അപ്പോൾ തിരിച്ച് വെള്ളം നമ്മളുടെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് അനുഭവപ്പെടുന്നത് ചെറിയ ഒരു സമയത്തിനകത്താണ്. ഇതുപോലെയാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ബോൾ എറിയുന്നു, ആ ബോൾ വന്ന് വീഴുന്ന ബാറ്റിൽ തട്ടുകയും നമ്മൾ അടിക്കുന്ന സമയത്ത് അത് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഒരു ചെറിയ സമയത്തിനകത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ അനുസരിച്ചിട്ടാണ്. സോ എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഫോർ എ ഷോർട്ട് ടൈം ഈസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഈസ് കോൾഡ് ഇമ്പൾസ്. ഇതിനെ ബേസ് ചെയ്താണ് അപ്പം ന്യൂട്ടന്റെ തേർഡ് ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷൻ റിയാക്ഷൻ പെയറാണ് അപ്പം ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടേം ഇമ്പൾസ്. ഇനി
നോക്കാം. ഇമ്പൾസ് എന്നുള്ളത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ് എന്നുള്ളത് നമുക്കൊന്ന് തെളിയിക്കണം. ദിസ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞത് dp/dt ആണ് അല്ലെ. ഇവിടെ നമുക്ക് അറിയാം ഇമ്പൾസ് I ഈസ് ഈക്വൽ ടു F ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ പഠിച്ചു F ഇസ് ഈക്വൽ ടു dp/dt. അപ്പൊ നമുക്ക് ഇതിന് ഡെൽറ്റ പി സ്മോൾ ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ദിസ് ഡെൽറ്റ ടി get cancelled, so it is delta p, which is impulse is equal to change in momentum. Impulse equal to change in momentum എന്നുള്ളത് നമുക്ക് അവിടെ തെളിയിക്കാൻ സാധിച്ചു. So this is ഇതൊരു 2 mark question ആണ്. Show that impulse is equal to change in momentum. അപ്പോൾ അവിടെ നമ്മൾ എടുത്ത കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് അറിയുന്ന ഈ ഇക്വേഷനിൽ എഫിന് പകരം dp/dt എന്നുള്ള ടേം കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളതാണ്. ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത് ആക്ഷൻ റിയാക്ഷൻ പ്രോസസ് ആണ്. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഒരു ബോൾ എറിയ എന്നുള്ളതാണ് ആക്ഷൻ ആയിട്ട് എടുക്കുന്നത്. അത് ആ ബാറ്റിൽ തട്ടി മടങ്ങി വരിക എന്നുള്ളതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ചെറിയ ഒരു സമയത്തിനകത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ ഫോഴ്സ്, എത്ര ശക്തിയായിട്ടാണോ നമ്മൾ ആ ബോളിനെ എറിയുന്നത് അത്രയും ശക്തിയായിട്ടായിരിക്കും അത് മടങ്ങി വരിക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ആക്ഷൻ റിയാക്ഷൻ പെയർ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇനി ഒരിക്കലും തന്നെ അതെന്ത് ചെയ്യുന്നില്ല, ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ നടക്കുകയാണെന്നുള്ളത് ഒരു എക്സാമ്പിൾ എടുത്താൽ, നടക്കുമ്പം നമ്മൾ നമ്മുടെ ഫീറ്റ് എർത്ത് സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അവിടുത്തെ ആക്ഷൻ. റിയാക്ഷൻ എന്നോണം എർത്ത് തിരിച്ച് നമ്മുടെ ബോഡിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ രണ്ടും നടക്കുന്നത് 2 ഒബ്ജക്ട്സിലാണ് അല്ലേ. നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, തിരിച്ച് ഭൂമി നമ്മളെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും നടക്കുന്നത് 2 ഒബ്ജക്ട്സിലായതുകൊണ്ട് തന്നെ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് ഇതേ വോണ്ട് ഗെറ്റ് ക്യാൻസൽ ഈച്ച് അതർ. ആ ഫോഴ്സുകൾ പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് പറയുന്നില്ല. അതുകൊണ്ടാണ് ഫോഴ്സ് 0 ആവാത്തത്. ദേ ആർ ആക്ടിങ് ഓൺ 2 ഡിഫറെന്റ് ബോഡീസ്. സോ വി ക്യാൻ റൈറ്റ് FAB, ഒന്നാമത്തെ ബോഡിയിൽ രണ്ടാമത്തെ ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു -FBA. ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ആക്ടിങ് ഓൺ ദ സെക്കൻഡ് ബോഡി. ഒന്നാമത്തെ ബോഡി കൊണ്ട് ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതാണ് ന്യൂട്ടന്റെ തേർഡ് ലോയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം 3 ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ explained based on the property inertia. Then Newton's second law of motion explained based on momentum. Then Newton's third law of motion explained based on impulse. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്.